ആദ്യം ശ്രീ സന്തോഷ് കുമാർ എം പിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണക്കാരുടെ മുമ്പിലേക്ക് നോക്കൂ, ഇങ്ങനെ ഇത്ര അധികം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിൽ ഒരു മന്ത്രി ജയിലിലായാൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായാൽ, ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ 30 ദിവസം കഴിയുമ്പോൾ 31-ാം ദിവസം മന്ത്രിസ്ഥാനം തെറിക്കുന്നു. എത്ര സുന്ദരമായ, എത്ര ആവേശകരമായ ഒരു അനുഭവം എന്ന നിലയിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന നിലയിലേക്ക് വളരെ നിഷ്കളങ്കമായി ഇതിനെ കാണുന്നവരുണ്ടാകാം. പക്ഷേ ആ നിലയിലടക്കം ചിന്തിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ സഖ്യം, ഇന്ത്യ മുന്നണി ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം സതുദ്ദേശപരമല്ല എന്ന് വിശ്വസിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ നിലയിലാണിതെന്ന് സഭയിൽ അവതരിപ്പിച്ചത്? പൊതുവിൽ എന്നോടാണോ? അതെ അതെ, സന്തോഷ് കുമാറിനോടാണ്. ഹലോ. അതെ അതെ, താങ്കളോട് തന്നെയാണ്. ഹലോ. സോറി, ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ടാണ്, സോറി. നോക്കൂ, ഇത് സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഈ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നേതാക്കന്മാരുടെ ഫ്ലോർ ലീഡേഴ്സിൻ്റെ യോഗം ചേരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സമയമൊക്കെ നിശ്ചയിക്കും. പക്ഷേ ഇന്നലെ പിരിയുമ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ യോഗം നിശ്ചയിച്ചിരുന്നില്ല. കാരണം സാധാരണ പോലെ ഈ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ധാരണ. അതിനിടയിലാണ് ഈ അർദ്ധരാത്രി ഈ പുതിയ 3 ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ രാവിലെ അടിയന്തരമായി യോഗം ചേർന്നു. അതിനെ തുടർന്നാണ് അതിശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന 3 ബില്ലുകളാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ കേട്ടാൽ എന്താണ്, വളരെ ലളിതമാണ്. അപ്പോൾ ആരെങ്കിലും ഈ 30 ദിവസം ജയിലിലാവുന്നു, അഴിമതി കേസാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനൽ എന്നോട് ചർച്ചയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, സാർ ആൻറ്റി ഗ്രാഫ്റ്റ് ബില്ലിനകത്ത് ഒന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ദുർവ്യാഖ്യാനങ്ങൾ ഇതിനിടയിൽ വരും. ഇതിൻ്റെ വളരെ ലളിതമായിരിക്കുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ നാട്ടിൽ പ്രതിപട്ടികയിൽ പേര് ചേർക്കപ്പെട്ടതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ല. ഇത് വളരെ ലളിതമായിരിക്കുന്ന ഒരു പ്രിൻസിപ്പലാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ 30 ദിവസത്തിൽ കൂടുതൽ ഒരാൾ ഏതെങ്കിലും കേസിൽപ്പെട്ട് റിമാൻഡിൽ കിടന്നാൽ, ജയിലിൽ കിടന്നാൽ, അയാൾ ഓട്ടോമാറ്റിക്കലി, അത് പ്രൈം മിനിസ്റ്ററുടെ പേരും ചേർത്തിട്ടുണ്ട് എന്നുള്ള വേറൊരു തമാശ അതിൻ്റെ കൂടെയുണ്ട്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കൂ, അത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആരെയും കേസിൽ ചേർക്കുന്നതിന് ധാരാളം സംവിധാനങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ED ആ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല, കൈരളി തന്നെ ധാരാളം തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ചർച്ചകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ നല്ലതുപോലെ പലതവണയും വന്നു. 1%, 2% താഴെയൊക്കെയാണ് പലരെയും ശിക്ഷിക്കുന്നത്. അപ്പോൾ കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾ കയ്യിലുണ്ടായിരിക്കുക, അത് വെച്ച് കേസ് ചാർജ് ചെയ്യുക. മിക്കവാറും മണി ലോണ്ടറിങ് കേസിൻ്റെ എല്ലാം ശിക്ഷ എന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ കൂടുതലാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെയും, ഇനി കൂടെ നിൽക്കുന്നവരിൽ തന്നെ ആർക്കെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ അവരെയും ഒക്കെ നിശബ്ദമാക്കാനുള്ള അതിഭീകരമായിരിക്കുന്നൊരു നിയമമാണ് വന്നിരിക്കുന്നത്. അവസാന മണിക്കൂറിൽ കൊണ്ടുവന്നു എന്നുള്ളത് വേറൊരു കാര്യം, ഒരു അറ്റൻഷൻ ഡൈവേർഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ നിരാകരിക്കുന്ന നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഈ മൊബൈൽ ഫോൺ കയ്യിലിങ്ങനെ വെച്ചിരിക്കുന്നത്, ഞാൻ അടുത്ത കാലത്ത് വീണ്ടും ഈ ജനസംഘത്തിൻ്റെ ചില ഡോക്യുമെൻറ്റ്സ് വായിക്കാനിടയായി. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അതിനകത്തുള്ള ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ജനസംഘത്തിൻ്റെ കാഴ്ചപ്പാട്, ഇവരുടെ ഒരു പഴയ രൂപമാണ്. BJP ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, അത് അവർ മാറ്റിയിട്ടില്ല. BJS അവർ പറയുന്നൊരു കാര്യം പറയുന്നത്, ഓൺലി എ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ക്യാൻ ഇഫക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ഇൻവിഗറേഷൻ ഓഫ് വൺ നാഷൻഹുഡ് ബേസ്ഡ് ഓൺ വൺ കൺട്രി, വൺ പീപ്പിൾ ആൻഡ് വൺ കൾച്ചർ. അടുത്താണ് ഏറ്റവും പ്രധാനം, ദ കോൺസെപ്റ്റ് ഓഫ് എ ഫെഡറൽ സ്റ്റേറ്റ് ഹാമ്പേഴ്സ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ഞാൻ ആരാണ് ഈ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് ഈ ചർച്ച പങ്കെടുക്കുന്നത് എനിക്കറിയില്ല, ഇനി ഇത് കേൾക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഈ ജനസംഘത്തിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. ഇതാണ് 50 കാലത്ത് തന്നെയുള്ള RSSൻ്റെ ജനസംഘത്തിൻ്റെ ഈ കൂട്ടരുടെ എല്ലാം കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻസ് ഇന്ന് പല രൂപത്തിൽ പല മേഖലകളിൽ കടന്നു വരുന്നു. അത് ഞാൻ ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഇന്ന് അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു പുതിയ തലം കൂടെ കാണുകയാണ്. തങ്ങൾക്ക് ഈ G2 എന്ന് പറയുന്ന 2 ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംവിധാനം ഇവിടെ നിൽക്കില്ല എന്നതിൻ്റെ ഒരു വലിയ തെളിവാണിത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അതിഭയങ്കരമായ സമരത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ലോക്സഭ അംഗം ആവാത്തതിനകത്ത്, ഇപ്പോൾ സാധാരണ ആളുകൾ പറയും തമാശക്കൊക്കെ ആണെങ്കിലും രാജ്യസഭ വളരെ രസമാണ്, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റു ഉത്തരവാദിത്വമല്ലോ, അത് അങ്ങനെ അല്ലെങ്കിൽ പോലും
ശരിക്കും പറഞ്ഞാൽ ആ ബില്ല് കീറിയെറിയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് എനിക്കുള്ളത്. അത്ര ശക്തമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ ഇടപെട്ടു, അത് കീറിയെറിഞ്ഞു. എന്നോടിപ്പോൾ നേരത്തെ ഏതൊരു ചാനൽ വന്നപ്പോൾ ചോദിച്ചു, ഇതൊക്കെ ശരിയാണോ മര്യാദയാണോ? ഞാൻ പറഞ്ഞു, ഇവിടെ ജീവിതങ്ങളെ കീറിയെറിഞ്ഞ, മനുഷ്യരെ കശാപ്പ് ചെയ്ത, അവരെ തീയിലേക്കെറിഞ്ഞ ഒരു പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് നിങ്ങളിങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത്യുജ്വലമായ പ്രതിഷേധമാണ്. അത് ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. NDA എന്ന് പറയുന്ന നാഷണൽ ഡിസ്ട്രക്ഷൻ അലയൻസിൻ്റെ ഭാഗമായിരിക്കുന്നവർ പോലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ സൗഹൃദ സംഭാഷണം ആധികാരികമല്ല പലരോട് നടത്തി. അവരെല്ലാം തന്നെ ഈ അപകടം നല്ലതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരവെന്ന് പറയുന്നത്, വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇതാണ്: അതിശക്തമായ രീതിയിൽ നമുക്ക് മുൻപോട്ട് പോയേ ഒക്കൂ. ഈ ആളുകളുടെ കയ്യിലേക്ക്, ഈ ഭ്രാന്തന്മാരുടെ കയ്യിലേക്ക് ഇന്ത്യ വിട്ടുകൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല.